നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈക്കുകളെ പറ്റിയിട്ടാണ്. അതായത് നമ്മളിപ്പം വീഡിയോ പ്രൊഡക്ഷൻ, ഇപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ലൈവ് പ്രോഗ്രാമുകളൊക്കെ എടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ആവശ്യങ്ങൾക്ക്, അതായത് ഇങ്ങനെ ഇൻട്രാക്ഷൻ ടോക്കുകൾ, ഇൻ്റർവ്യൂകളൊക്കെ എടുക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്യാമറ ക്ലാരിറ്റിയേക്കാൾ കൂടുതൽ മൈക്കിൻ്റെ, അതായത് സൗണ്ടിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പം സൗണ്ടിൻ്റെ ഔട്ട്പുട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല രീതിയിൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാനും പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്നും നമ്മളിപ്പോൾ ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്, ക്യാമറ കണക്ട് ചെയ്യുന്ന മൈക്കുണ്ട്, വയർലെസ് മൈക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റാം. അങ്ങനെ 2-3 മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി ഏതാണോ അതനുസരിച്ചാണ് ഓഡിയോ മൈക്കിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ബ്രോഡ്കാസ്റ്റൊക്കെയാണ് ബ്രോഡ്കാസ്റ്റ് മൈക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ നമുക്ക് എക്സ്ട്രാ സെപ്പറേറ്റ് വെച്ചിട്ട് അത് നേരിട്ട് സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ഇപ്പം ലൈവായിട്ട് നമ്മളിപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്ന പോലെയൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈക്കിൻ്റെ തരംതിരിവാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം മസ്റ്റായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കാം, ഫോണിൽ വീഡിയോ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവർക്ക് 2 പേർക്കും പറ്റുന്ന ആപ്റ്റായിട്ടുള്ള മൈക്കുകളും അതിൻ്റെ ഒരു രീതികളുമാണ് പറയുന്നത്. പ്രധാനമായിട്ടും വയേർഡ് മൈക്കും വയർലെസ് മൈക്കുകളെ പറ്റി പറയാം. മൊബൈലിൽ ആ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ വയേർഡ് മൈക്കാണ്. വയർലെസ് മൈക്കുകളും ഉണ്ട്, മൊബൈൽ വയർലെസ് മൈക്കുകളും ഉണ്ട്, 1000 രൂപ റേഞ്ചിലുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഓഡിയോ ഔട്ട് അത്ര നല്ലതല്ല. അപ്പോൾ വയേർഡ് മൈക്കുകളായിരിക്കും ഏറ്റവും ബെറ്റർ മൊബൈലിൽ വീഡിയോ എടുക്കുന്നവർക്ക്. അതുപോലെ തന്നെ അതിൻ്റെ വയേർഡ് മൈക്കുകളിൽ തന്നെ 2-3 തരം തിരിവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ഒരു തിരിവാണ് ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 3 മീറ്റർ നീളം വരുന്ന ഒരു മൈക്കാണ്. അത് ബോയ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പം അതിന് നമുക്ക് ഷോപ്പിൽ നിന്ന് എനിക്ക് 500 രൂപയ്ക്ക് കിട്ടി. ഓൺലൈനിൽ പോലും ഒരു 1200 രൂപ അടുത്ത് വില വരുന്നുണ്ട്. അപ്പം വയേർഡ് മൈക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നല്ല തീവ്രമായ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ട്, നല്ല തീവ്രമായ ഔട്ട്പുട്ടാണ്, പ്രൈസും കുറവാണ്. വയർലെസ് മൈക്കുകൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്കുള്ളതാണെങ്കിലും മൊബൈലിനുള്ളതാണെങ്കിലും ഒരു നല്ല ഒരു 10,000-8,000 രൂപയുടെ മേളിലോട്ടുള്ളത് മേടിച്ചാലേ നല്ല ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ വയർഡ് മൈക്കിന് ഇത്രയും കുറഞ്ഞ ഇതിൽ നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ ഇത്ര ലെങ്ത് കൂടിയ ഈ മൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതിൽ ഇങ്ങനൊരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല നീളമുണ്ട് ക്യാമറയും ഇതും തമ്മിൽ. അപ്പം വയർലെസ് സാധാരണ വയർഡ് മൈക്കിൻ്റെ പ്രോബ്ലം നീളം ഇല്ലെന്നുള്ളതാണല്ലോ. അപ്പം ആ നീളമില്ലായ്മയിൽ നീളമില്ലാത്ത ഓൺലൈനിലൊക്കെ ഒരു 150 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ വേറെ ഫോണെ പോക്കറ്റിൽ കുത്തിയിട്ടിട്ടോ വല്ല റെക്കോർഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം നമ്മൾ വയർഡ് മൈക്കാണ്, നീളമുള്ള വയർലെസ് ഇതുപോലത്തെ മൈക്കാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഇട്ടിട്ട് ഈ ലെങ്ത് കൂടുന്നതനുസരിച്ച് പവർ കൂട്ടിക്കൂട്ടി പൊക്കോളും, നല്ല ഔട്ട്പുട്ടും കിട്ടും. നിങ്ങൾ ക്യാമറയിൽ എടുക്കുന്നെങ്കിൽ വയർലെസ് മൈക്ക് മേടിക്കാൻ പ്രൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം എടുക്കാം. ഞാൻ ജസ്റ്റ് കാണിക്കാം. ബോയ എന്നാണ് കമ്പനിയുടെ പേര്. ഓൺലൈനിൽ നിന്ന് ഷോപ്പുകളിൽ ഇപ്പോൾ എല്ലാവർക്കും പറ്റും കിട്ടണമെന്ന് വരികയില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കഴിഞ്ഞ ദിവസം കൂടെ വിളിച്ച് ചോദിച്ചേട്ടാ മൈക്ക് ഏതാടാ വേണ്ടേ, അവനിങ്ങനെ ചെറിയ പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട്. അത് വയേർഡ് മേടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാമറ വെച്ചിട്ട് വേറൊരു ഫോൺ ഇവിടെ ഇട്ടിട്ട് അതിലേക്ക് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഇത് എഡിറ്റിംഗ് സിങ്ക് ആകും. അപ്പോൾ അത് പിന്നെ നമുക്ക് മെനക്കേട ഈ ഓഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് അവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും അറിയേണ്ട, വരിക എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, പരിപാടി തീർന്നു. വയർലെസ് മൈക്കാണെങ്കിലും അതെ. പക്ഷേ വയർലെസ് മൈക്കിൻ്റെ ഇപ്പോൾ റോഡിൻ്റെയോ അല്ലെങ്കിൽ DJ-യുടെ ഒരു മൈക്കിന് വേണേൽ മിനിമം 35 രൂപ തൊട്ടൊക്കെയാണ് തുടങ്ങുന്നത്. DJ ഒക്കെ റോഡെന്ന് പറയുമ്പോൾ 40-45 രൂപയൊക്കെ വരും. അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ മേടിച്ച് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ബോയ എന്ന് പറഞ്ഞ കമ്പനിയുടെ വയർ മൈക്ക് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ 1000 രൂപയ്ക്കും 1500 രൂപയ്ക്കും വരുന്ന വയർലെസ് മൈക്കുകൾ ധാരാളം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വളരെ മടുപ്പാണ്, ബാസ് കിട്ടത്തില്ല. ഇപ്പം ഇപ്പോൾ ഈ ബാസ് ഇങ്ങനെ ആ ഒരു ബാസ് സൗണ്ട് കിട്ടിയാലേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോ മടുപ്പാണെങ്കിൽ പോലും ആ സൗണ്ട് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ വീഡിയോ കുറച്ചുകൂടെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മാനേജ് ചെയ്യുക. നല്ല വീഡിയോസ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയും കണ്ടൻറ് എഴുതിയൊക്കെ ചെയ്തിട്ട് പലരുടെയും വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓഡിയോ മടുപ്പായതുകൊണ്ട് മാത്രം അത് നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്നു. അതേസമയം വീഡിയോ ക്വാളിറ്റി മടുപ്പാണെങ്കിൽ നമ്മൾ ഓഡിയോ നല്ലതാണെങ്കിൽ, നല്ല അവതരണം നല്ല പഞ്ചുള്ള ഓഡിയോ ആണെങ്കിൽ നമ്മൾ അവിടെ കേട്ടിരുന്നു. നമ്മുടെ ബ്രോഡ്കാസ്റ്റിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ബ്രോഡ്കാസ്റ്റ് ഇടുന്ന മൈക്ക് ഒരു വലിയ മൈക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട് നല്ല സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്ക് സൗണ്ട് റെക്കോർഡ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്കത് കേട്ടിരിക്കാം. എന്നുവെച്ചാൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ സംപ്രേഷണം എന്നുള്ള ആ ഒരു സ്റ്റൈലാണല്ലോ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമല്ലേ എവിടെ ലോണാക്കി വെച്ച് കേട്ടിരിക്കുക, 1-1.5 മണിക്കൂർ കേട്ടിരിക്കുക. അപ്പോൾ ആ ഒരു സൗണ്ട് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു നല്ല കൂടിയ മൈക്ക്. ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് മൈക്കും വയേർഡ് മൈക്കുകളാണ്. അത് ഡയറക്റ്റ് പക്ഷേ റെക്കോർഡിംഗ് സിസ്റ്റത്തിലേക്കൊക്കെയാണ് റെക്കോർഡ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു പ്രത്യേക നല്ല മാക്സിമം നല്ല ഔട്ട്പുട്ട് അവരവിടെ റെക്കോർഡ് ചെയ്ത് നമുക്കത് എഡിറ്റിങ്ങിൽ സിങ്കാക്കി എടുക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമുക്കത് കേട്ടിരിക്കാൻ തോന്നുന്നത്. അപ്പം ഇമ്പമാറിന് പിന്നെ അതുപോലെ റെക്കോർഡിങ് സ്റ്റുഡിയോകളിലെ മൈക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ വേറൊരു പോയിൻ്റോട് ഈ മൈക്കിൻ്റെ ഓഡിയോയുടെ കാര്യത്തിൽ പറയുവാണ് ഈ നമ്മൾ എടുക്കുന്ന സ്ഥലത്തിന് എക്കോ വരാതിരിക്കാനുള്ള മാക്സിമം പരിപാടികൾ ചെയ്തിട്ടിട്ട് ഉള്ളൂ ഓഡിയോസ് എടുക്കാൻ പോകാവുള്ളൂ. ഓഡിയോസ് എടുക്കുമ്പം എക്കോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തള്ളിച്ച കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ ഡയറക്റ്റായിട്ട് ഫോണിൽ ഇങ്ങനെ ഓഡിയോ റെക്കോർഡ് ചെയ്യില്ല. അത് ഐഫോണിലൊക്കെയാണ് ഓക്കെ, മറ്റ് ഫോണുകളിലൊന്നും അങ്ങനെ ഓഡിയോ റെക്കോർഡ് ചെയ്യരുത്. അപ്പം ഓഡിയോ റെക്കോർഡിൻ്റെ ഇമ്പോർട്ടൻസ് യൂട്യൂബുകാർ തന്നെ കുറേ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബെറ്റർ മൈക്കുകൾ യൂസ് ചെയ്യണം വീഡിയോസൊക്കെ എടുക്കുമെന്നുള്ളത്. അപ്പം നിങ്ങളൊരു ചാനലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും ചെയ്യുന്നവർക്കും ഇൻസ്റ്റാഗ്രാമിലും അതെ യൂട്യൂബിലും അതെ കണ്ടൻറ് ക്രിയേഷനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ മൈക്കുകൾ യൂസ് ചെയ്യുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഞാനിപ്പോൾ ഈ ബോയയുടെ മൈക്ക് വയർ ലെങ്ത് കൂടിയ മൈക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ അത് ഒരു മിനിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. തീരെ കുറഞ്ഞ് മേടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും ഒക്കെ. വയർലെസ് മൈക്ക് തന്നെ ഈ നടന്നൊക്കെ വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏറ്റവും ലോ ബഡ്ജറ്റിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇച്ചിരി റീച്ച് ആയി കഴിഞ്ഞാൽ അന്നേരം വയർലെസ് മൈക്ക് മേടിച്ചോളൂ, ആ പ്രൈസ് നോക്കരുത്. ഇപ്പോൾ കുറേ മൈക്കുകൾ ഇപ്പോൾ ഇവിടെ മാഗ്നറ്റായിട്ടുള്ള ടൈപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒട്ടിച്ചൊക്കെ നമുക്ക് എടുത്ത് ചെയ്തുമൊക്കെ വെക്കാൻ പറ്റും മുകളിൽ. അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുക, നല്ല ഔട്ട്പുട്ടിൽ വീഡിയോസ് ഇടുക. ഓക്കെ, താങ്ക് യു.